അങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു കെ മുരളീധരൻ. ഗാന്ധി വധത്തെയും രാഹുലിന്റെ മനോനിലയെയും കുറിച്ച് സന്ദീപ് പറഞ്ഞതിൽ വിയോജിപ്പുണ്ട്. സന്ദീപ് വരുന്നു എന്നറിഞ്ഞത് ടിവിയിലൂടെയാണ്. സന്ദീപ് വന്നില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതൊക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ്. അതിലത്രയും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 ഒബ്ജക്ഷന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം, അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ തുറന്നെതിർത്ത കെ മുരളീധരനെ പിന്തുണച്ച് AK ബാലനും രംഗത്ത് വന്ന് മുട്ടിയ വാതിലൊന്നും തുറക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിൽ വന്നത് എന്ന് മുരളി പറഞ്ഞത് ശരിയാണ്. വർഗീയ പരാമർശങ്ങൾ തള്ളിപ്പറയാൻ സന്ദീപ് തയ്യാറാകേണ്ടേ എന്നും ബാലൻ ചോദിച്ചു. ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫെയറിലായിരുന്നു ബാലന്റെ പ്രതികരണം. പറഞ്ഞൊരു വാചകമുണ്ട്, മുരളി നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ അദ്ദേഹം പറഞ്ഞാലാണ് പിന്നീട് പ്രതികരിക്കുക. അദ്ദേഹം പറഞ്ഞത് എല്ലാ ഇപ്പം വന്നത് നന്നായി, എവിടെയും എടുക്കില്ല എന്ന് വന്നതോട് കൂടിയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. മഹാത്മാഗാന്ധിയെ ഞാൻ അപമാനിച്ചു, വേദനിക്കുന്നു. രാഹുൽ ഗാന്ധിയെ ചികിത്സിക്കേണ്ടത് കുതിരവട്ടത്താണെന്ന് പറഞ്ഞു, വേദനിക്കുന്നു. ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു. ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങളെ കൊന്ന് തരിപ്പണാക്കണം, കഴുത്തിൽ ടയർ കെട്ടി കത്തിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാലേ ഇവർ പാഠം പഠിക്കൂ. അതൊന്നും സാധാരണ നിലയിൽ നമ്മുടെ ഈ മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നേ വരെ ഈ രൂപത്തിൽ വിഷം ചീറ്റുന്ന ഒരാശയം ഒരാളും പറഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി മഹേഷ് ഇതിന് ചേരുന്നുണ്ട്. മഹേഷ്, അതുവരെ നിന്ന തിരഞ്ഞെടുപ്പ് വിവാദങ്ങളെയൊക്കെ ഒരൊറ്റ നരേറ്റീവ് കൊണ്ട് മാറ്റാൻ ഇന്നലെ കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന സമയത്തും ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇതുതന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ സന്ദീപ് വാര്യർ, നെഹ്റു കുടുംബത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ പരസ്യമായി എതിർത്ത സന്ദീപ് വാര്യർ ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ മുൻ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം മറന്ന് പുതിയൊരു പ്രത്യയശാസ്ത്രവുമായി യോജിച്ചു പോകുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ നേതാക്കളെല്ലാം വളരെ കരഘോഷത്തോടെ തുറന്ന മനസ്സോടെയാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത്. ഇന്നലത്തെ റോഡ് ഷോയിലുമൊക്കെ നേതാക്കളുടെ പ്രതികരണങ്ങളും അവരുടെ ശരീരഭാഷയും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് കെ മുരളീധരൻ പരസ്യമായി തന്നെ തന്റെ അതൃപ്തി വ്യക്തമാക്കുമ്പോൾ ഇനി എന്തായിരിക്കും പാർട്ടിയിലുണ്ടാകുന്ന തുടർ ചലനങ്ങൾ? മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങൾ ഏതു തരത്തിലായിരിക്കും? സേതു, സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് അത് 2 മുന്നണികളിലും അതിൻ്റെതായ ചില ആശയക്കുഴപ്പങ്ങൾക്ക് തന്നെ കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ അലയൊലികൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഇന്ന് കെ മുരളീധരൻ തുറന്നതിൻ്റെ തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും അത് കാണാമായിരുന്നു. ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി താൻ എന്തുകൊണ്ട് അത്ര ഒരു നിലപാടെടുത്തു എന്ന് സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ എന്താണ് തൻ്റെ നിലപാടെന്ന് വ്യക്തമായി തുറന്നു പറയാൻ കെ മുരളീധരൻ തയ്യാറായി. അദ്ദേഹം പരസ്യമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചത് നമ്മൾ അല്പം മുമ്പ് കണ്ടതുമാണ്. സന്ദീപ് വാര്യരുടെ വരവിനെ താൻ എതിർത്തതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത് ഗാന്ധി വധത്തെക്കുറിച്ച് നടത്തിയ പരാമർശം, രണ്ടാമത് രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരം നടത്തിയ കടന്നാക്രമണം. ഈ 2 കാര്യങ്ങളിൽ അല്ലാതെ മറ്റൊരു പ്രശ്നവും തനിക്ക് സന്ദീപ് വാര്യരുമായിട്ടില്ല. സന്ദീപ് വാര്യരെ താൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആളുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അതങ്ങനെ അല്ല എന്ന ഒരു പരോക്ഷ സൂചന കൂടി നൽകുന്നുണ്ട് കെ മുരളീധരൻ. അതുമാത്രമല്ല, ടെലിവിഷനിൽ കൂടിയാണ്, ചാനലുകളിൽ കൂടിയാണ് താൻ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ് എത്തിയ കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. താൻ അത്ര പ്രധാനപ്പെട്ട നേതാവൊന്നും അല്ലാത്തത് കൊണ്ട് അറിയിക്കാത്തതായിരിക്കാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഒരു മുനവെച്ച സംസാരം തന്നെയാണ്. കൃത്യമായി അദ്ദേഹം തനിക്ക് ഇക്കാര്യത്തിലുള്ള അമർഷം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇന്നലെ മുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ പറയാം. ഇന്ന് പാണക്കാട് പോയി തങ്ങളെ കണ്ടുകൂടി UDFകാരനായി എന്ന ആ വാചകത്തിലും ഒരു പരോക്ഷ പരിഹാസം തന്നെയാണ് ഉള്ളതെന്ന് വ്യക്തമായി പറയാം. എന്തായാലും അച്ചടക്കമുള്ള പാർട്ടി പുറത്തുനിന്ന് താൻ ഇതെല്ലാം അംഗീകരിക്കുന്നെന്ന് പറയുമ്പോൾ പോലും ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഇതൊരു വിഷയമായി തന്നെ ഉയർന്നു വരും.
കാരണം സന്ദീപ് വാര്യരെ പോലെ ഒരാൾ അയാൾ മുൻനിർത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ പിൻവലിക്കാതെയും അക്കാര്യത്തിൽ ക്ഷമാപണം നടത്താതെയും കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുകയും കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ അദ്ദേഹത്തെ ആനയിച്ച് സ്വീകരിച്ച് ആഹ്ലാദത്തോടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ച അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എത്രത്തോളം അതിൽ സ്വാധീനിക്കപ്പെടും എന്നാണ് അതിനനുസരിച്ചിരിക്കും ഇനിയുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മഹേഷ്, ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ കെ മുരളീധരന്റെ പേര് ഉയർന്നു കേട്ടതും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതിന് പിന്നാലെ ആ ഒരു വിവാദങ്ങളൊക്കെ കെട്ടടക്കാൻ കെ മുരളീധരൻ തന്നെ അവിടെ വരേണ്ടി വന്നു, സംസാരിക്കേണ്ടി വന്നു. പക്ഷേ ഇതിനൊക്കെ പിന്നാലെ ഇപ്പോൾ കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തെ തുറന്ന് തള്ളിപ്പറയുമ്പോൾ അത് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിനെ, പാലക്കാട്ടെ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ മറ്റോ സാധ്യതയുണ്ടോ? പാലക്കാട് സന്ദീപ് വാര്യരുടെ വരവ് ഗുണമല്ല ദോഷമാണ് ചെയ്യുന്നതെന്ന ചിന്താഗതിയുള്ള കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഉണ്ട് ഒരു ഭാഗത്ത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പ്രചരണം ശക്തമായി നടത്തിയിട്ടുള്ള സന്ദീപ് വാര്യരെ ഇത്തരത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ട് നടക്കുമ്പോൾ അത് ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും അത് അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നും അത് LDFന് ഗുണകരമാകുമെന്നും വിചാരിക്കുന്ന കൂട്ടത്തിലാണ് കെ മുരളി നടക്കുന്ന നേതാക്കളെന്ന് വ്യക്തമായി പറയാൻ കഴിയും. അതിൻ്റെയൊക്കെ കൂടി പ്രതിഫലനമാണ് അവരുടെ തുറന്ന് പറച്ചിലുകളും സംഭവിക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയമായിട്ട് തന്നെ ഉയരും. അതിന് പ്രധാന കാരണമായി സന്ദീപ് വാര്യരുടെ വരവിനെ തന്നെ എടുത്തു കാണിക്കാനായിരിക്കും കെ മുരളി നടക്കുന്ന നേതാക്കൾ ശ്രമിക്കുക എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. LDFനും ഇതേ വിഷയം തന്നെ മറ്റൊരു തരത്തിൽ ഉന്നയിക്കപ്പെടുന്നു. അതായത് AK ബാലനടക്കമുള്ള നേതാക്കൾ മുൻപ് സ്വീകരിച്ച നിലപാട് ഈ സന്ദീപ് വാര്യർക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള സഖാവായി മാറാൻ കഴിയും, വളരെ നല്ല വ്യക്തിയാണ് സന്ദീപ് വാര്യർ നേരത്തെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു. ആ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് പോയിരിക്കുന്നു. അവിടെ LDFന് എതിരെയായി കൂടി സംസാരിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് AK ബാലനടക്കമുള്ള നേതാക്കൾ അന്ന് സ്വീകരിച്ച നിലപാട് അത് ഒരു എടുത്തുചാട്ടമായി പോയി എന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഉണ്ട്, പാർട്ടി അണികളിലുമുണ്ട്. അത്തരത്തിൽ ഇന്ന് AK ബാലൻ കൃത്യമായിട്ട് സന്ദീപ് വാര്യർ നേരത്തെ നടത്തിയിട്ടുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകളടക്കമുള്ള കാര്യങ്ങൾ, ഗാന്ധിവധത്തെക്കുറിച്ച് നടത്തിയ പരാമർശം അടക്കമുള്ളവ എടുത്തു പറയുന്നു. പക്ഷേ അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ആ നിലപാട് സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു. ആ നിലപാടിൽ നിന്ന് LDF അല്ലെങ്കിൽ CPM എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്ന വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ശക്തമായ എതിർപ്പ് കൊണ്ടാണ് സന്ദീപ് വാര്യരെ ഇലക്ഷൻ കാലത്ത് CPMന്റെ ഭാഗമാക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് വരികയും അതേ തുടർന്നാണ് സന്ദീപ് വാര്യർ CPM ചങ്ങാത്തം ഉപേക്ഷിച്ചുകൊണ്ട് അതിനേക്കുള്ള ഒരു ആ സ്വാഗതം ഒക്കെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം നേരെ UDF പാളയത്തിലേക്ക്, കോൺഗ്രസ് പാളയത്തിലേക്ക് പോവുകയും ചെയ്തതെന്നും വ്യക്തമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ശേഷമായിരിക്കും ഇതിൻ്റെ അലയൊലികൾ ഇനിയും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി മഹേഷ്.